രാവിലെ 50 രൂപയ്ക്ക് തൊള്ളാർച്ച് പെട്രോൾ അടിച്ചിട്ട് നമ്മൾ പോകുന്നതാണ്. കൂട്ടുകാരൻ അശ്വിനെ കൊണ്ടുവിടാനായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ. അവ ദൂരിക്ക് അവിടെ ഹോസ്റ്റലൊക്കെ സെറ്റ് ആയിട്ട് പിന്നെ എന്തിനാണ് ഇവൻ ഡെയിലി പോയി വന്ന് നിൽക്കുന്നതെന്ന് എനിക്കറിയാം. കാശിന്റെ കുഴപ്പമല്ലാണ്ട് എന്ത് പറയാൻ പതിവ് തെറ്റിയില്ല. നമ്മൾ കറക്റ്റ് വേണാട് വന്ന സമയത്ത് തന്നെയാണ്. മണ്ഡലകാലമൊക്കെ കഴിഞ്ഞിട്ട് എന്താണെന്നറിയത്തില്ല. അയ്യപ്പന്മാരും ഉണ്ട്, വഴിയൊരു കച്ചവടക്കാരും ഉണ്ട്. ചെങ്ങന്നൂർ വീട്ടിൽ ചെന്നപ്പോഴത്തേനും തുണിയൊക്കെ കഴിയാനുണ്ട്. വെള്ളമൊക്കെ പിടിച്ച് കുത്തിപ്പിഴിഞ്ഞ് നമ്മൾ തുണിയെല്ലാം കഴിയത് വിരിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. നടന്നു പോകുന്നതിന്റെ അനിയനാണ്. ഞങ്ങൾ തമ്മിൽ 8 വയസ്സിന് വ്യത്യാസം ഉണ്ടെങ്കിൽ അവൻ എന്റെ എത്രയുണ്ട്, എന്റെ ഷർട്ടും എല്ലാം അവനെ ഇടുന്നത്. ഞങ്ങൾ വലിയച്ഛന്റെ വീട് വരെ ഒന്ന് പോവാണ്. ചേട്ടനൊക്കെ ആണെങ്കിൽ ഇന്ന് തിരിച്ച് ഗൾഫിൽ പോവാണ്. പിഞ്ചുവാളിനാണ് എന്റെ ചേച്ചിയുടെ മോനെ ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. കൈ കിട്ടിയ അവനാണെങ്കിൽ എന്റെ ഫോൺ എടുത്തെറിയും. അതുപോലെ എല്ലാവരും ഫോൺ എടുത്തെറിയും. ഈടെ എന്റെ ഒരു കസിൻ ചേട്ടൻ ഇവനെ കൊണ്ടൊന്ന് അമ്പലത്തിൽ പോയി ഒന്ന് തൊഴാൻ വേണ്ടി. തിരിച്ചെന്നപ്പോ പ്രസാദം കണക്കിന് പൊളിഞ്ഞിരുന്നത് ചേട്ടന്റെ ഫോണാണ്. അത് നല്ല സ്നേഹമൊക്കെയാണ്, പക്ഷെ ഫോൺ ഓണാക്കി വെക്കാൻ പറ്റില്ല. അങ്ങനെ ഇരുന്നപ്പോ നമുക്ക് കുറച്ച് ഉണ്ണിയപ്പോ അതിങ്ങനെ നിൽക്കുന്ന ആളാണ് നമ്മുടെ ചേച്ചിയുടെ മോൾ ആരുഷ. ആള് കുറച്ച് നാണക്കാരിയാണ്. നമ്മൾ വിളിച്ചാലൊന്നും വരില്ല. വണ്ടി ഓടിച്ച് കളിക്കുന്ന കുരിപ്പാണ് നമ്മുടെ ചേട്ടന്റെ മോനെ. ഒരു 1.5 വണ്ടി പ്രാന്തനാണ്. പോകുന്ന വിഷമത്തെ എല്ലാവരും കരഞ്ഞോട്ട് പറഞ്ഞത് വാ സൂപ്പർ കാറിനാണ്. പിന്നെ വലിയച്ഛന്റെ കുറച്ച് ഉപദേശം. ജീവിതകാലം മുഴുവൻ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട ധീരകഥയായിരുന്നു. അതൊക്കെ കേട്ട് തിരിച്ച് വീട്ടിൽ വന്ന് കുറച്ച് സ്ക്വാഷ് കളിക്കാന്ന് വിചാരിച്ചു. ജാറൊക്കെ കഴുകി പൊടിയൊക്കെ ഇട്ട് 2 കറക്കൊക്കെ മിക്സിക്കകത്തിട്ട് കറക്കി നമ്മൾ സ്ക്വാഷ് ഒക്കെ ഉണ്ടാക്കി എടുത്തു. ഇവൻ എന്റെ അനിയൻ തന്നെ. ആ ഉത്തരവാദിത്തമൊക്കെ കണ്ടില്ലേ. ഈ ഒരു ഒച്ചയൊക്കെ നമുക്ക് ഏത് ഗൾഫിൽ പോയാലും കിട്ടില്ല. അമ്മയുടെ കൈ കൊണ്ട് ഉണ്ടാക്കുന്ന ഇത്ര നല്ല ഫുഡും അതിപ്പോ ഇത്ര വിഭവം ഇല്ലെങ്കിൽ പോലും 2-3 ഉള്ളേ പോലും അതിന്റെ ഫീലൊന്നും വേറെ. ഇരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് ഈ മുളചരിഞ്ഞ് വീഴുന്നതിന്റെ സൗണ്ട് നമ്മൾ അതെല്ലാം വെട്ടിപ്പറക്കി നമ്മൾ മേളിൽ കയറ്റിയിട്ടുണ്ട്. അവിടെ മാങ്ങ പറിക്കാനുള്ള തോട്ട് സെറ്റ്. പാല് മേടിക്കാൻ ഇറങ്ങിയപ്പോഴാണ് അച്ഛൻ പറയുന്നത് ഒരു ബക്കറ്റ് എടുത്തിട്ട് പോകും, അവിടുന്ന് കുറച്ച് ചാണകപ്പൊടി എടുത്തിട്ട്. പിന്നെ അവിടുന്ന് ചാണകപ്പൊടിയൊക്കെ കുത്തി ഇളക്കി അവിടുന്ന് പാലും മേടിച്ച് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേന് അച്ഛനാണെങ്കിൽ സൂര്യ ടിവിയിൽ അനാർക്കലി കണ്ടു. അനാർക്കലിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞാനാണെങ്കിലും അച്ഛനാണെങ്കിലും എപ്പോ വന്നാലും ഈ സിനിമ കാണാം. അത്രയ്ക്ക് റിപ്പീറ്റ് വാല്യൂ ആണ് ഈ അനാർക്കലി എന്ന് പറയുന്ന സിനിമയ്ക്ക്. അങ്ങനെ വൈകിട്ട് ഞാൻ കുളിച്ച് കഴിഞ്ഞപ്പോഴത്തേന് അച്ഛനും വരിയനും കൂടെ ആ മുളയുടെ എല്ലാം ചില്ല വെട്ടിയിട്ടുണ്ട്. ഞാൻ അച്ഛന്റെ വീട്ടിൽ ചെന്നപ്പോഴത്തേന് അവിടുത്തെ കോഴിത എന്റെ കയ്യിൽ കയറി. ഇതിനാണെങ്കിൽ ഇത് തന്നെ പണി. ആരെങ്കിലും ഒക്കെ കയ്യിൽ ഇങ്ങനെ കയറിയിരുന്ന എന്താ സുഖം. ഇവനാണെങ്കിൽ ഒരു വശത്തൂടെ കപ്പേരിക്കൊണ്ടിരിക്കുന്നത് എന്താ സുഖമല്ലേ ഇതിന്. തിലകക്കുരിയൊക്കെ തൊട്ട് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് നിൽക്കണാണ്ടില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ചെറുതായിട്ട് മഴയൊക്കെ പൊടിക്കാൻ തുടങ്ങി. ഇവനാ ക്ലീൻ ആക്കാൻ വേണ്ടി ഇരിക്കുന്ന ഇരിപ്പൊക്കെ കണ്ടില്ല നിങ്ങൾ. സരേ വോക്കർ എന്തായാലും മേടിച്ചു കൊടുക്കേണ്ടി വരും. അങ്ങനെ രാത്രി ആയപ്പോഴും നമ്മുടെ ഫ്രണ്ട് വിദ്യാന്തിന്റെ ഒരു ഷൂ മേടിക്കാനായിട്ട് പോകും. അവന്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു SBI ഓഫീസിലൊക്കെ പോയത്. അവൻ ക്രോക്സ് ഇട്ടിട്ടാണ്. നേരെ ഒരു കടയിലേക്ക് വെച്ച് പിടിച്ചു. ആ കടയിൽ ചെന്നപ്പോഴേ നമുക്ക് മനസ്സിലായി കച്ചവടമൊന്നും ഇല്ലാത്ത കടയാണ്. നേരത്തെ റെഡ് ടേപ്പിൽ വർക്ക് ചെയ്തിരുന്നായിരുന്നു അവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവ്. അടിച്ചു പോകുന്ന പോലത്തെ തിളക്കമുള്ള ഒരു ബ്ലാക്ക് ഫോർമൽ ഷൂ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പൊറോട്ട കഴിക്കാനായിട്ട് നമ്മുടെ അച്ഛന്റെ കട കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ ചെന്നപ്പോഴാണ് ഇങ്ങനെ ഒരു മുതലിനെ കാണുന്ന വിദ്യാന്തിന്റെ അനിയൻ. അതേപോലെ 2 പേർക്ക് കയറാൻ അത്ര വലിയ ഷർട്ടും ആരെ പറപ്പിക്കുന്നുള്ള സംശയത്തിലാണ് ഞങ്ങൾ എല്ലാവരും. അങ്ങോട്ടൊന്നും കൊടുത്ത് അതിന്റെ ഡബിൾ ആയിട്ട് നമുക്ക് തിരിച്ചു. അങ്ങനെയാണ് ഈ സമ്പ്രദായം വർക്കാകുന്നത്. അങ്ങനെ ഈ നട്ട പാതിരാത്രിക്ക് കുറച്ച് നടക്കാന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ. അപ്പൊ ബാക്കി നാളെ